ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ആദ്യം തന്നെ ഈദ് മുബാറക് എവ്രിവൺ. അപ്പം ഞങ്ങൾ ഇതവിടെ കോഴിക്കോട് ആശാനയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട്. അപ്പം ഇന്ന് നമ്മൾ അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മളിതപ്പോൾ വൈകുന്നേരം കുട്ടലങ്ങാടി മലപ്പുറം വീട്ടിൽ തന്നെ തിരിച്ചു പോവാണ്. അപ്പം ഷെയ്യും റഫിക്കാക്കി മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഇത്തവണത്തെ ഈദ്. അപ്പം നമുക്ക് ഇന്ന് അങ്ങോട്ട് തറവാട്ട് പോയിട്ട് പിന്നെ ഈദ് നമുക്ക് അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, കുക്കിംഗ് ഫ്രീ ആണ്. അപ്പം അതിന് തന്നെ ഞാനും ഷേസൊക്കെ ഇന്നലെ തന്നെ മൈലാഞ്ചിക്ക് ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് ഇന്ന് ഇവിടുന്ന് മസാലയൊക്കെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മലപ്പുറത്തേക്ക് പോകാമെന്നായിരുന്നു. അപ്പം റഫിക്കൊക്കെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുക്കിംഗ് ഫ്രീ ഡേ ആണ് ഇത്തവണത്തെ ഈദ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മലപ്പുറത്തേക്ക് പോവാം. എൻ്റെ ഒരു കഴിയുമ്പോൾ ചേർത്തിട്ട് വന്നു, ചേർന്നിട്ട് കഴിയുമ്പോൾ ഞാനിട്ട് കൊടുത്തു, മറ്റേ കഴിയുമ്പോൾ രണ്ടാളും അപ്പനപ്പ. കൊടുത്ത് ചിലപ്പോ കൊണ്ടോണം. ഞാൻ മുന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു എയർ പ്യൂരിഫയറിനെ കുറിച്ചായിരുന്നു. എയർ റിഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം എയർ പ്യൂരിഫയർ ആണ്. നമ്മൾ റൂമിലും അതുപോലെ തന്നെ കാറിലൊക്കെ യൂസ് ചെയ്യലുണ്ട്. ചിലരൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, അതുപോലെ ലോങ് ലാസ്റ്റിങ്ങും കൂടെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ കോഡ് താഴെ കാണുന്ന ഈ ഒരു ഷബ്ന 20 എന്നുള്ളൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. മൈഗ്രെയിൻ്റെ ആശാത്തിയാണ് ഞാൻ ഷേസൊക്കെ. അപ്പോൾ ബാറ്റ്സ്മെൻസോ അല്ലെങ്കിൽ നല്ല പെർഫ്യൂം നല്ല ഫേമസ് സ്മെല്ലൊക്കെ ആയാൽ തന്നെ നമുക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതാവുമ്പോൾ സ്മെല്ലും ഇല്ല, എന്നാൽ ബാഡ് സ്മെല്ലൊന്നും വരില്ല. അങ്ങനെ അങ്ങനെ ഇതാ ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്ത് നിന്ന് നമ്മൾ നോമ്പ് തുറന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാമായിരിച്ചു. പിന്നെ 1-2 സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കും. ഞാൻ അധികം പെരുന്നാളിന് തലേ ദിവസമായിരിക്കും കേട്ടോ മൈലാഞ്ചിയുടെ. ഇതിപ്പോൾ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഓർഗാനിക് ഹെന്നയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചോക്കണമെങ്കിൽ ഒരു ദിവസം എടുക്കുമല്ലോ. അപ്പോൾ 2 ദിവസം മുന്നേ ഇടുന്നതാണ് നല്ലത്. അങ്ങനെ ഇത്തവണ അത് നടന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു, നമ്മളൊക്കെ നോമ്പൊക്കെ തുറന്നു. അതിൻ്റെ ഗാർലിക്കാണിത്. ഇത് നമ്മൾ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി, ലഗേജൊക്കെ ഓരോന്നായിട്ട് ഇറക്കി. അതിനുശേഷം ഉമ്മാൻ്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൈലാഞ്ചിട്ടൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഉമ്മാക്ക് ഞാൻ തന്നെ ഇട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഷേഴ്സാണ് കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇത്തവണ ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് റഫീഖാക്ക അവിടെ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ പടക്കവും ഒക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ വീട്ടിലേക്ക് പോയി കേട്ടോ. അതായത് അസ്കർഖാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക്.
ഈദ് മുബാറക്. ഇവിടെ ചെയ്യാൻ്റെ ഈദ് മുബാറക്. ഓഹോ കയ്യ വീക്ക എൻ്റെ നഖത്തിലിട്ടത് അധികം ചുവന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര മൈലാഞ്ചി ഇതുപോലെ നെയിൽ പോളിഷ് ഇടുന്ന പോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതിടാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും കാലിലൊക്കെ ആ ഒരു മൈലാഞ്ചി ശർക്കര മൈലാഞ്ചി ഇടാണ്. ഇതെന്ത് സാധനം? ഇടങ്ങോട്ടൊന്ന് ഇത് കാലത്ത് ചെരുപ്പിടാൻ പറ്റില്ല മൈലാഞ്ചി. എക്സ്ക്യൂസ് മീ. അങ്ങനെ ഇതാ അടുത്ത ദിവസം ഒരു 6:45 ഞങ്ങളിതാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ 7 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. ഈദ്ഗാഹില്ലായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഈദ്ഗാഹില്ലായിരുന്നു. പള്ളീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പെരുന്നാൾ നിസ്കാരമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഷോളിൽ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഷിമ്മർ ഷിഫോണിൻ്റെ ഈ ഒരു ഷോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ കോട്ടന് അല്ലെങ്കിൽ ഷിഫോണിൻ്റെത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷിമ്മർ ഷിഫോൺ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഞങ്ങളുടെ തന്നെ ഓൺ ബ്രാൻഡായിട്ടുള്ള അനോക് ക്ലോത്തിങ് സ്റ്റോർ എന്നുള്ള ഒരു ചിക്കൻ കാരി കുർത്തി സെറ്റാണ് തൊട്ടിട്ടുള്ളത്. ഞാൻ വേറെ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ കാരി കുർത്തി സെറ്റ് എന്ന് പറയുന്നത് മോഡാൽ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക സുഖമുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ തോന്നൂല. അപ്പം ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അനോക് ദുപ്പട്ടാസ് ആൻഡ് സൽവാർസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ല രസമുണ്ട്. ഈദ് മുബാറക്. രസമുണ്ട് ചുരിദാർ. ഞങ്ങൾ പോയി ഈദ് മുബാറക്. എന്താ എല്ലാവരും പുറത്തിറങ്ങി. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലത്തോരും ഈ ഒരു പള്ളിയിൽ തന്നെ കേട്ടോ പെരുന്നാൾ നിസ്കാരത്തിന് വരാറ്. എലഫന്റ് എങ്ങനെ? ഈദ് മുബാറക്.
മുബാറക്. എല്ലാവർക്കും ഫോണിലേ തരുള്ളൂ. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. ഇത്തവണ ഉമ്മ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഉമ്മക്ക് ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഉമ്മ വന്നിട്ടില്ലായിരുന്നു നിസ്കാരത്തിന്. അപ്പം ഇനി ഞങ്ങൾ റഫീഖാക്കാൻ്റെ ഷെയ്ഡിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഷേസീൻ അത് ഇത് അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഴയൊന്നും ഇപ്പോൾ പെയ്യണില്ലല്ലോ. അപ്പം നല്ല ദാഹമുണ്ട് കേട്ടോ. അപ്പം ഷെയ്ത് അവിടെ നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ് പായസവും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കുടിക്കുന്നുണ്ട്, നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതവിടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ തുറന്ന് നോക്കിയിട്ട് കൊടുക്കാനുള്ളവർക്ക്, അതായത് നൈബേഴ്സിനൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നമ്മളെ തറവാടിൻ്റെ അടുത്ത് നൈബറായിട്ടുള്ള ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. എനിക്ക് ഇതിന് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം പറയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ തലേദിവസമൊക്കെ റെഡി ആവണേ ആ ഒരു രീതിയിലുള്ള പെരുന്നാളാണ് കേട്ടോ എനിക്കിഷ്ടം. കുക്കിംഗ് ഫ്രീ ആകുമ്പോൾ ഒരു വേറൊരു രസം. പക്ഷെ എന്നാലും എനിക്ക് ഈദിനൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ റെഡിയാക്കണേ അതൊക്കെ ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇത്തവണത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ വർഷത്തെ വലിയൊരുനാളും നമുക്ക് കുക്കിംഗ് ഫ്രീ പെരുന്നാളായിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ വലിയ പെരുന്നാളിന് ഇവിടെ നാട്ടിൽ അസ്കർഖാൻ്റെ ഉമ്മയൊന്നും ഇല്ലായിരുന്നു, ഒരു സൗദിയിലായിരുന്നു. അപ്പോൾ ആ ഒരു പെരുന്നാളിന് എൻ്റെ വീട്ടിലാണ് നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതുപോലെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പെരുന്നാളിനും അതേപോലെ തന്നെ ഈ വലിയൊരുനാളിനും കുക്കിംഗ് ഫ്രീ പെരുന്നാളായി. അപ്പം അത് വേറെ രസം. പിന്നെ എല്ലാവരും കൂടുമ്പോൾ ഉള്ളൊരു രസം ഉണ്ടല്ലോ, അത് പിന്നെ എന്തായാലും ഉണ്ട്. കൊടുക്കാനുള്ളതൊക്കെ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനുള്ളത് ടേബിളിലേക്കൊക്കെ എടുത്തു വെക്കട്ടെ. അപ്പം ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ കൊണ്ടാട്ടും, പിന്നെ ചിക്കൻ്റെ ഒരു ചൈനീസ് ഏതോ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു.
അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഷെയ് നല്ല അടിപൊളി ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണവും ഒക്കെ കൂടെ ആയിട്ട് എന്തായാലും നല്ലോണം ഒന്ന് പോയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ അതാ അവിടെ എളാപ്പാൻ്റെ അസ്കർഖാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മക്കളും മരുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയിരുന്നു. സ്റ്റേഷനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ചെറിയൊരു മഴച്ചാറ്റലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്ത ദിവസം പെരുന്നാളിൻ്റെ അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ട്രിപ്പ് പോകുമായിരുന്നു കേട്ടോ. അപ്പം പോണതിൻ്റെ മുന്നേ അതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം അവിടേക്ക് പോണതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മാൻ്റെ തറവാട് ഇവിടെ ഞങ്ങളടുത്താണ്. അപ്പോൾ അവിടെ പോയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഉമ്മാൻ്റെ തറവാട്ടിൽ കുഞ്ഞാമാരും അതുപോലെ അമ്മാനും അമ്മായിയും അതുപോലെ എളാപ്പമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് കസിൻ്റെ ബേബിയാണ് കേട്ടോ. അപ്പോൾ ഒരു 75 days ഒക്കെ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഒരുപാട് അല്ലായിരുന്നു, ചെന്നൈയിലായിരുന്നു. Okay, thank you, Canadian. Thank you. അങ്ങനെ ഇവിടുന്ന് മന വീട്ടിൽ നിന്ന് നേരെ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെയാണ് ഉമ്മയും എൻ്റെ ബാക്കിയുള്ള ബ്രദേഴ്സും ഫാമിലിയൊക്കെ അവിടെയാണ് അവർ ഈദ് കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രിപ്പും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈദിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.